എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനിവിടെ ഹാപ്പി ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഹെയർ സ്മൂത്തനിങ് പാക്ക് ആണ്. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ട് കുറേ റിക്വസ്റ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹെയർ ഭയങ്കര സിൽക്കിയാണ്, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കരുതി ഞാൻ യൂസ് ചെയ്യുന്ന ഈ സാധനത്തിൻ്റെ വീഡിയോ ഇടാന്ന് കരുതി. ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇതിൽ കെമിക്കൽസ് ഒട്ടുമില്ല കേട്ടോ, കെമിക്കൽസ് ഒട്ടുമില്ല. നല്ലൊരു എഫക്റ്റ് കിട്ടും ചെയ്യും. അതായത് നമ്മൾ ഇട്ട അന്നും അതിൻ്റെ പിറ്റേ ദിവസത്തേക്കും ഭയങ്കര സിൽക്കി ആയിട്ട് കിടക്കും ഹെയർ. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ അത്രയും തിന്നാകും, ഭയങ്കര സിൽക്കി ആകും തോറും, സിൽക്കി സോഫ്റ്റ് ആകും തോറും ഹെയറിന്റെ ഓരോ സ്ട്രാൻഡും ഭയങ്കരമായിട്ട് തിന്നായിട്ട് വരും. അപ്പോൾ നമ്മളത് ഡെയിലി യൂസ് ചെയ്യരുത്. നമുക്ക് ആഴ്ചയിൽ 2 തവണ ഇടവിട്ടിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ തലേദിവസമൊക്കെ ഇത് ഇടാറുണ്ട്. അപ്പോൾ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ പിടിക്കണോടത്ത് കിട്ടും, അതുപോലെ ഒതുങ്ങി കിടന്നോളും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാന്ന്. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഇതുപോലെ ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. നല്ല പോലെ പഴുത്തൊരു റോബസ്റ്റ് പഴമാണ് നമ്മുടെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതെനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല, അപ്പോൾ ഞാനിതെടുത്ത് പാക്ക് ഉണ്ടാക്കും. ഇതുപോലെ പഴുത്തത് പാക്ക് ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഉടച്ചെടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഒരു സ്പൂൺ വെച്ച് ഞാനിത് നല്ല പോലെ ഉടച്ചെടുക്കാണ് കേട്ടോ. റോബസ്റ്റിന് പകരം പാളയംകുടം പോലെയുള്ള ചെറുപഴങ്ങളും യൂസ് ചെയ്യാം, പക്ഷെ നേന്ത്രപ്പഴമൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാം. ഞാൻ യോഗേർട്ട് എടുക്കുന്നുണ്ട്. 2 വലിയ ടേബിൾ സ്പൂൺ യോഗേർട്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ യോഗേർട്ട് ഇല്ലെങ്കിൽ കർഡ് ആയാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാ ഒലിവ് ഓയിലായാലും കുഴപ്പമില്ല, ഹെയറിലേക്ക് യൂസ് ചെയ്യാൻ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഹെയർ എത്ര സിൽക്കി ആവണം അത്രത്തോളം ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 or 4 ആഡ് ചെയ്ത് കൊടുക്കാം, അത്രയും സിൽക്കി ആവും കേട്ടോ. പിന്നെ ഇതുപോലൊരു എഗ്ഗ് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എഗ് വൈറ്റ് മാത്രമായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഫുൾ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാക്ക് ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല മാതിരി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. തിക്ക് പേസ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ കടലമാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഡ്രൈ സ്കൾപ്പാണ്, അപ്പോൾ കടലമാവിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയും കിട്ടും. ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് നമുക്കിതിലേക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ സ്കാൾപ്പ് ഭയങ്കര ഓയിലി ആണെങ്കിൽ എന്തായാലും കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഹലോ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ സ്മൂത്തനിങ് പാക്ക് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. ഇതിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ കടലമാവിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഭയങ്കര ഓയിലി സ്കൾപ്പാണ് അല്ലെങ്കിൽ എന്നും ഓയിൽ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർ ഈ സ്മൂത്തനിങ് പാക്ക് ഉപയോഗിക്കുമ്പോൾ കടലമാവ് ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എൻ്റെ ഇത് ഡ്രൈ സ്കൾപ്പാണ്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാറൊന്നുമില്ല. ഞാൻ കടലമാവ് ഒഴിവാക്കാറ പതിവ്. ഇപ്പം ഞാൻ വീഡിയോ ആയി കാണിച്ചു തന്നപ്പോൾ ആഡ് ചെയ്തു മാത്രം, നിങ്ങളുടെ അറിവിലേക്കായിട്ട് കാണിച്ചു തന്നു മാത്രം കേട്ടോ. ഇനി ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് സ്കാൾപ്പിലും അപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. സ്കാൾപ്പിലും ഹെയറിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ ഒക്കെ വെച്ചിട്ട്, 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റ് കിട്ടും. വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഇന്നലെ നൈറ്റാണ് എൻ്റെ ഓയിൽ അപ്ലൈ ചെയ്തത് സ്കാൾപ്പിൽ. എന്നിട്ട് മോർണിംഗ് വാഷ് ചെയ്ത് കളയാമെന്ന് കരുതി. അപ്പോഴാണ് ഈ പാക്ക് ഉണ്ടാക്കിയിട്ട് അതും കൂടി അപ്ലൈ ചെയ്തിട്ട് വീഡിയോ കാണിക്കാമെന്ന് കരുതിയത്. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഹെയർ കണ്ടാറേ നല്ല പോലെ ഓയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഹെയറിൽ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി ഇത് അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്, വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ സ്കാൾപ്പിൽ നല്ല പോലെ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഷാമ്പു ഉപയോഗിച്ചോളൂ. നിറച്ച ഓയിലുള്ള സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ഞാനിപ്പോൾ ഇന്നലെ ഓയിൽ അപ്ലൈ ചെയ്താണ്, നൈറ്റ് കിടന്നപ്പോൾ അപ്ലൈ ചെയ്തതാണ്, വാഷ് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഈ കടലമാവ് ഞാൻ അതുകൊണ്ടും കൂടിയാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഇനി വേറെ ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. അത്രയധികം ഓയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പാക്കിന് ഹെയറിൽ അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹെയർ മൊത്തം കവർ ചെയ്യണം ഈ പാക്ക് കൊണ്ട്, എന്നാൽ മാത്രം നല്ലൊരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ഫുൾ അപ്ലൈ ചെയ്തൊന്നും കാണിച്ചു തരുന്നില്ല. ഇതേ കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് അപ്ലൈ ചെയ്തേക്കാം എല്ലാവിടെയും. ഓക്കെ, ഇനി ഞാൻ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എനിക്ക് ഫുൾ എടുക്കാൻ പറ്റില്ല.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവാണ്. എൻ്റെ ഹെയർ സ്മൂത്ത് ആൻഡ് സിൽക്കി ആവാനുള്ള കാരണം ഈ സ്മൂത്തനിങ് പാക്കാണ്. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ എല്ലായ്പ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.